മലപ്പുറത്ത് ബലാത്സംഗ കേസിലെ പ്രതി 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് രാജപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അറസ്റ്റിലായത്. 1999 ഓഗസ്റ്റിലും ഡിസംബറിലുമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഒരുപക്ഷെ സിനിമാ കഥയെ വെല്ലുന്ന ഒരു അന്വേഷണമായിരിക്കും ഇതിനു പിന്നിൽ ഉണ്ടാവുക. അപൂർവതയുള്ള വാർത്തയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതി പിടിയിലാകുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? 1999 ഓഗസ്റ്റ് മാസത്തിലാണ്, ഡിസംബറിലും അതുപോലെ തന്നെ ആ വർഷം തന്നെ ഓഗസ്റ്റിലുമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തമിഴ്നാടോട് ചേർന്നുള്ള നീലഗിരി ഹിൽ വാലിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ആദ്യം മാനഭംഗ ശ്രമം നടത്തി. അതിന് പോലീസ് അന്വേഷണം വരുന്നതിനിടെ ഇയാൾ 2 മാസത്തിന് ശേഷം മറ്റൊരു വീട്ടിൽ കയറിയും ഇതുപോലെ മാനഭംഗ ശ്രമം നടത്തുകയും മാനഭംഗ ശ്രമത്തിനിടെ പ്രതിരോധിക്കാൻ ശ്രമിച്ച സ്ത്രീയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഏകദേശം 25 വർഷമായി ഇയാളെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയാണ് ഈ പ്രതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട്. തുടർന്നാണ് പോലീസ് ഇയാളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നത്. തുടർന്നാണ് കാസർഗോഡ് രാജപുരത്ത് നിന്ന് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം എടക്കര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എടക്കര പോലീസ് ഏകദേശം 1 മാസത്തോളം അന്വേഷിച്ചതിന് ശേഷമാണ് പ്രതിയിൽ എത്തിച്ചേരുന്നത്. കേരളം മുഴുവൻ ഇയാളെ കുറിച്ച് കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തിയെന്നതിനാണ് പോലീസ് പറയുന്നത്. എന്തായാലും 25 വർഷത്തിന് ശേഷമാണ് ഒരു പ്രതിയെ ബലാത്സംഗ കേസ് അല്ലെങ്കിൽ അതുപോലെ മാനഹാനി നടത്തുന്ന വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസ് ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയായ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഇയാൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ്. ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കോടതി. ലക്ഷ്മി, മലപ്പുറത്ത് ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട ആൾ 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിലാവുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ രാജുവാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത്.